നമ്മളങ്ങനെ നാസയിലെത്തി ഗൈസ്. നാസ down here in Mission Control. Welcome to space. Houston, we have a problem. Okay, Houston, we've had a problem here. This is Houston. Say again, please. Houston, we've had a problem. We've had a main beam bus on a bolt. നമുക്ക് സ്പേസ് വരെ ഒന്ന് പോയിട്ട് വന്നാലോ? അതെ, നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെ അറിയോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് നാസയിലാണ്. അമേരിക്കയിലെ നാസ കാണാൻ വന്നേക്കാം കേട്ടോ നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അർക്കൻസയിൽ നിന്ന് രാവിലെ തന്നെ ഒരു 4 മണിയാകുമ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം വരുന്ന വഴി നമ്മൾ ഡാലസ് വഴിയാണ് വന്നത്. നമുക്ക് ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം. ഡാലസ് വഴി വന്നു. നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കാറിനകത്ത് നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് വന്നു കേട്ടോ. എന്നിട്ട് അവസാനം വൈകുന്നേരമൊക്കെ ആയപ്പം ഹോസ്റ്റലിലെത്തി കേട്ടോ. അപ്പം അങ്ങനെ ഇന്ന് തൊട്ടടുത്ത് തന്നെയാണ് റൂം. അപ്പം നമ്മളിപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് നാസ കാണാൻ വന്നേക്കാണ്. അപ്പം നാസ ആക്ച്വലി 2 നാസ ഉണ്ട് ഇവിടെ. അതായത് 2 സെൻറ്റേഴ്സ് ഉണ്ട്. ഒരെണ്ണം ഇവിടെ ഹൂസ്റ്റണിലും പിന്നെ ഒരെണ്ണം ഉള്ളത് ഫ്ലോറിഡയിലാണ് കേട്ടോ. അപ്പം ഈ ഒരു നാസ അറിയപ്പെടുന്നത് ജോൺസൺ സ്പേസ് സെൻറ്റർ എന്നാണ്. അതായത് മുൻ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിട്ടുള്ള ലിൻഡൻ ബി ജോൺസൻ്റെ പേരിലാണ് ഈ ഒരു സ്പേസ് സെൻറ്റർ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, അപ്പം ഒരു ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാസ നമ്മൾ ചെറുപ്പത്തിൽ മറ്റേ നീൽ ആംസ്ട്രോങ് ഇറങ്ങിയിട്ടുണ്ട്, ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ സത്യമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് അതിന് പല കോൺട്രവേഴ്സീസും ഇപ്പോഴും നടക്കുന്നുണ്ട്. ഫുട് പ്രിൻ്റ് പതിഞ്ഞിട്ടില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒക്കെ തെളിവുകളാട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ പുറകിൽ കാണാൻ പറ്റും ബാക്ക് ടു ദ മൂൺ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബോർഡ്. ബാക്ക് ടു ദ മൂൺ, അതെ, ബാക്ക് ടു ദ മൂൺ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ ഫ്യൂച്ചർ മിഷനാട്ടോ. ഫ്യൂച്ചർ മിഷൻ അത് ഇവർ വീണ്ടും അമേരിക്കയിൽ നിന്ന്, അതായത് ഈ നമ്മുടെ ഭൂമിയിൽ നിന്ന് സ്പേസിലേക്ക് ആളെ വിടാൻ പോവാണ് വീണ്ടും ഒരിത്. അപ്പോൾ അതിനുള്ള ഫ്യൂച്ചർ മിഷനാണത് ബാക്ക് ടു ദ മൂൺ എന്നുള്ളത്. പിന്നെ അതുപോലെ നിങ്ങൾ അപ്പോളോ 13 ആണോന്ന് എൻ്റെ കറക്റ്റായിട്ട് അറിയില്ല. അപ്പോളോ 13 സിനിമ കണ്ടവർക്കറിയാം. അതിനകത്തൊരു ഫേമസ് ഡയലോഗ് ഉണ്ട്, ഹൂസ്റ്റൺ വി ഹാവ് എ പ്രോബ്ലം. അവർ സ്പേസിൽ നിന്ന് ഡയറക്റ്റ് കോൾ ചെയ്യുന്നത് ഈ ഒരു സ്പേസ് സെൻറ്ററിലേക്കാണ് കേട്ടോ. അതായത് ഇവിടുത്തെ ഹൂസ്റ്റണിലേക്കാണ്. അതായത് മിഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്തു നിന്നാണ്, ഹൂസ്റ്റൺ നിന്നാണ്. പിന്നെ ബാക്കിയുള്ള റോക്കറ്റ് ലോഞ്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഫ്ലോറിഡയിലുള്ള നാസ സ്പേസ് സെൻറ്റർ എന്നാണ് കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഓൾറെഡി നമ്മൾ ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിവിടെ പോയി സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് പോവുകയാണ്, ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. എക്സ്പ്ലോർ ആർട്ടിമിസ്, അതാണ് അവരുടെ സ്പേസ് മിഷൻ്റെ പേര് കേട്ടോ. ആർട്ടിമിസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം വന്നവർ തന്നെ നമുക്ക് ഒരുപാട് പാർക്കിങ്ങൊക്കെ ഉണ്ട്. പാർക്കിങ്ങൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പോവാണ്. അവരുടെ ടിക്കറ്റ് എൻ്റെ കയ്യിലില്ലേ, നിനക്ക് ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അത് നേരെ ഇവിടെ കാണിക്കണം. ഇവിടെ അഡൽട്ടിന് $34 കേട്ടോ ഒരാൾക്ക് വരുന്നത്. പിന്നെ കുട്ടികൾക്ക് വരുന്നത് എത്രയാണ്, $29. പിന്നെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ $32. അപ്പോൾ കുറേ ആൾക്കാർ എത്തിയിട്ട് കേട്ടോ. 10 മണിക്കാണ് തുടങ്ങുന്നത്, 10 മണിക്ക് ഓപ്പൺ ആവും. അപ്പം 10 മണിക്ക് ഓപ്പൺ ആവുന്നതിന് ഞങ്ങൾ ഒരു 9:45 ആകുമ്പോഴേ ഇവിടെ എത്തി. പക്ഷേ അപ്പോഴത്തേക്കൊക്കെ ഇവിടെ തന്നെ ഫുൾ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കട്ടെ. ടിക്കറ്റ് കിട്ടിയാ? എന്നാ വാ എടുക്ക്. Okay, perfect. For the online tickets, you enter right over here on this side. Oh, okay. Go straight in. Camera is allowed to inside, right? Yes, Okay. that should be fine. All right, thank you. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത കാരണം ജസ്റ്റ് ഇവിടെ സ്കാൻ ചെയ്താൽ മാത്രം മതി. അപ്പം നമ്മളിവിടെ ക്യൂ നിൽക്കാൻ പോകാം കേട്ടോ. ഭയങ്കര എക്സൈറ്റഡാണ്. നാസട്ടാ നോക്ക് മോനെ. നമ്മൾ അവസാനത്തെ അവരുടെ നാസയിൽ വന്നിരിക്കുകയാണ് നമ്മൾ. അവിടെ ക്യൂ നിൽക്കണം കേട്ടോ. കയറി വരുന്നപ്പം തന്നെ ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് കേട്ടോ. സോ ഫോട്ടോ എടുത്ത് നമുക്കൊരു കാർഡ് വരും. അപ്പം ഈ ഒരു കാർഡിനകത്ത് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് എടുത്ത ഫോട്ടോ കിട്ടും കേട്ടോ.
നാസ. ഓ, ഒരു ഓർമ്മയാട്ടത്, ഒരു മെമ്മറി ആയിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. QR കോഡ് സ്കാൻ ചെയ്യണം, ടിക്കറ്റ് സ്കാൻ ചെയ്യണം. അപ്പം നമ്മളിത് സ്കാൻ ചെയ്യാം കേട്ടോ. നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്തു. അങ്ങനെ നമ്മളിത് ഓപ്പൺ ചെയ്ത് ഉള്ളിൽ കയറി ഗൈസ്. അങ്ങനെ നമ്മൾ നാസയുടെ ഉള്ളിലേക്ക് കയറി കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ ഇത് കണ്ടോ, എൻ്റെ മോനെ, ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. വേറൊരു ലോകത്തെത്തിയ പോലെ അങ്ങനത്തെ ഒരു സ്ഥലത്തോട്ട് നമ്മൾ എത്തിക്കുന്നത്. ഇത് കണ്ടോ, എൻ്റെ മോനെ, ഒരുപാട് സാധനങ്ങൾ കേട്ടോ. ഭയങ്കര ഒരു വണ്ടർ വേൾഡിൽ എത്തിയ പോലെ. ഇവിടെ ഈ കാണുന്ന സാധനം കണ്ടോ, ഇതെന്താണെന്ന് ആർക്കെങ്കിലും ഒരു പിടുത്തമുണ്ടോ? ഇതാണ് നമ്മുടെ മൂൺ ലാൻഡർ. ഓക്കെ, അതായത് നമ്മുടെ വിക്രം ലാൻഡറൊക്കെ അല്ലേ, അതായത് ISRO ഈ അടുത്ത് കൈവരിച്ച നേട്ടം, ചന്ദ്രയാൻ 3 ഒക്കെ വെച്ചിട്ട് നമ്മൾ പോയിട്ട് മൂണിൻ്റെ സൗത്ത് പോളിൽ നമ്മൾ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തില്ലേ, അതുപോലത്തെ ലാൻഡിങ്ങിന് ഉപയോഗിക്കുന്ന സംഭവമാട്ടോ ഒരു പേടകമാണിത്. അപ്പം ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു അലൂമിനിയം ഫോയിൽ പോലെ ഇട്ടേക്കുന്ന സംഭവം കണ്ടില്ലേ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ. നടുവിൽ അടിഭാഗത്തായിട്ടൊരു സാധനം കാണുന്നതാണ് കേട്ടോ. അതാണ് ഈ ഒരു പേടകത്തിൻ്റെ എക്സോസ്റ്റ്. അതായത് എക്സോസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ത്രസ്റ്റ് എന്ന് പറയും. അപ്പോൾ ആ ത്രസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പേടകത്തിൻ്റെ മൂവ്മെൻറ്റൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. ആ കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ നിന്ന് കേട്ടോ. നാസ ഹൂസ്റ്റൺ സ്പേസ് സെൻ്ററിൽ നിന്നാണ് മിഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഒരു മോഡലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരാൾ കിടക്കുന്നുണ്ട്, അങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ടോ. അത്രയും സൂം പോവുള്ളൂ, അതുകൊണ്ടാണ്. അതിനുള്ള ഒരാളുണ്ട് കണ്ട. ഈ സൈഡിൽ അമേരിക്കയുടെ ഫ്ലാഗൊക്കെ വെച്ചിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓ, ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് തന്നെയല്ലേ ഇത്. പിന്നെ ഈ കാണുന്ന കണ്ടോ, ഇതൊരു സ്റ്റാർഷിപ്പ് ഗാലറിയാണ്, അതായത് ഒരു തിയേറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെറിയ ചെറിയ ഷോകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തായാലും കയറി കാണാം. എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഈ സ്പേസിനെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നൊരു സംഭവമായിരിക്കും കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തായാലും നമ്മൾ കയറും. പിന്നെ അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സ്പേസ് ഷിപ്പ് സിമുലേറ്റർ കണ്ടോ. ഈ സ്പേസ് ഷിപ്പ് സിമുലേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ ഒരു ആസ്ട്രോണട്ട് ഈ സ്പേസിൻ്റെ ഉള്ളിൽ അതായത് സ്പേസിലേക്ക് പോകുക എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വിർച്വലായിട്ട് കാണാൻ പറ്റും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണ് കേട്ടോ. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ഒരു മോഡൽ ഇവിടെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അതായത് നമ്മുടെ ഭൂമിക്ക് മുകളിൽ ഭൂമിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ഫുൾ ടൈം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന 24/7 നമ്മുടെ ഭൂമിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണത് ഈ കാണുന്ന ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഓക്കെ, അപ്പം ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് ഇവിടെ കാണുന്ന ഇത്രയും ഫ്ലാഗ് കണ്ടോ, ഇത്രയും കൺട്രികൾ ഇതിന് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അതായത് അതിനകത്ത് അമേരിക്ക കാണാം, കാനഡ കാണാം, ജപ്പാൻ കാണാം, സ്പെയിൻ ഉണ്ട്, സ്വിറ്റ്സർലാൻഡ്, സ്വീഡനാണോ അറിയില്ല, ജർമ്മനി ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഉണ്ട്. നമ്മുടെ ഇന്ത്യ മാത്രം മിസ്സിംഗ് ആണ്. എന്തുകൊണ്ട് ഇന്ത്യ മിസ്സിംഗ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഒറ്റയ്ക്ക് ഒരു സ്പേസ് സ്റ്റേഷൻ തുടങ്ങാൻ പോകുന്നുള്ള ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. 2035 അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും എന്നൊക്കെയാണ് തോന്നുന്നത്. അതോ ഇനി അപ്പോഴത്തേക്ക് കഴിയുമോ എന്നുള്ളത് അറിയില്ല. കൂടുതലായിട്ട് എനിക്കറിയില്ല. അറിയുന്നവർ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് കണ്ടോ, ഇതിൻ്റെ ഈ കാണുന്ന ചിറക് പോലത്തെ സാധനം കണ്ടോ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സോളാർ പാനൽസാണ്. അതായത് ഈ ഒരു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വർക്ക് ചെയ്യാനുള്ള കംപ്ലീറ്റ് എനർജി ഇവരെടുക്കുന്നത് സോളാർ എനർജിയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള
സംഭവമാണ് ഈ ചിറക് പോലത്തെ 4 അങ്ങോട്ടും 4 ഇങ്ങോട്ടുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ ഇവിടുന്ന് പോകുന്ന പേടകങ്ങളൊക്കെ പോയിട്ട് ഡോക്ക് ചെയ്യുന്നത്, അതായത് പോയിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ഒരു സ്പേസ് സ്റ്റേഷനുമായിട്ടായിരിക്കും. ആ ഒരു സാധനം കണ്ടതേ അവിടെ ഈ കാണുന്ന സാധനം കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്കാണ് പോയിട്ട് ഡോക്ക് ചെയ്യുക. ഭൂമിയിൽ നിന്ന് പോകുന്ന പേടകങ്ങളൊക്കെ, അതായത് ഈ പറഞ്ഞേക്കുന്ന കൺട്രികളിൽ നിന്ന് പോകുന്ന പേടകങ്ങളൊക്കെ പോയിട്ട് ഡോക്ക് ചെയ്യുന്നത് ഈ ഒരു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ഇവിടെ കാണുന്ന ഈ ഒരു വാൾവ് പോലത്തെ സംഭവത്തിലേക്കാണ്. അവിടെ പോയി ഡോക്ക് ചെയ്തിട്ട് നമുക്ക് ഭൂമിയിൽ നിന്ന് പോകുന്ന മനുഷ്യർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. എന്നിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ സർവീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് വരാം. നാട്ടിലേക്ക് മീൻസ് തിരിച്ച് ഭൂമിയിലോട്ട് വരാം. അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത്. പിന്നെ അതുപോലെ ഒരുപാട് ക്ലൈമറ്റ് കൺട്രോള്, നമ്മുടെ ക്ലൈമറ്റ് നിരീക്ഷിക്കാൻ, പിന്നെ ഭൂമീൻ്റെ പല പല സംഭവങ്ങൾ ഇന്ന് നമ്മളിപ്പോൾ കാണുന്ന എന്താ പറയുക ഈ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആട്ടോ. ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ഇവർ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്, ആൾക്കാർ എങ്ങനെയാണ് സ്പേസിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ ഒരാൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ആലോചിച്ച് നോക്കി, സ്വന്തം ബർത്ത്ഡേ സ്പേസിൽ അവർ ആഘോഷിക്കുക കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ISS ഫാക്ട് എന്ന് പറഞ്ഞിട്ട് 358 ഫീറ്റ് ലോങ് ആണ് ഇതിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് 1 മില്യൺ പൗണ്ട് വെയിറ്റ് ഉണ്ട്. പിന്നെ ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ബെഡ്റൂം, അതായത് നമ്മുടെ വീട്ടിലുള്ള 5 ബെഡ്റൂമിൻ്റെ ഒരു സെറ്റപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ അതുപോലെ ഇവിടെ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ കാണുന്ന സോളാർ പാനൽ വെച്ചിട്ടാണ് ഇതിൻ്റെ എനർജി മൊത്തം ഉണ്ടാക്കുന്നത്. അതേപോലെ അത് ഏകദേശം 95 കിലോ വാട്ട് ഓഫ് പവർ ഇവിടെ ഈ ഒരു സോളാർ പാനൽസ് വെച്ച് ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ ഉള്ളിൽ 52 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. 15 നേഷൻസാണ് ഈ ഒരു സ്പേസ് സെൻറ്ററിനകത്ത് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരെന്ന് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തപ്പം എനിക്കത് തെറ്റുപറ്റിയാണ്. ആക്ച്വലി 6 ആൾക്കാരായിരിക്കും അറ്റ് എ ടൈം ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. 6 ക്രൂസ് ഉണ്ടാവും. പിന്നെ 200-ലധികം ആക്റ്റീവ് എക്സ്പെരിമെൻറ്റ്സ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കും കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 6 ആൾക്കാർ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പം അവർക്ക് എന്താ പറയുക, അവരുടെ സർവീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് പേടകം പോകുന്നു, ഈ ഒരു സ്പേസ് സ്റ്റേഷനായിട്ട് ഡോക്ക് ചെയ്യുന്നു. ആൾക്കാർ അവരുടെ സർവീസ് കഴിഞ്ഞിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. അതിനിപ്പോൾ അവർക്ക് പകരമായിട്ട് വന്നവർ അതിനുള്ളിൽ കയറിയിട്ട് അവരുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നു കേട്ടോ. പിന്നെ ഏകദേശം 28,200 km/h ആണ് ഇതിൻ്റെ ഓർബിറ്റൽ സ്പീഡ്. ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ അതുപോലെ സോളാർ പാനൽ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഏക്കർ ഉണ്ടാവും ഇതിൻ്റെ ഈ ഒരു സോളാർ പാനലിൻ്റെ ഏരിയ. 1 ഏക്കർ. ഇവിടെ ആ യൂസ് ചെയ്തേക്കുന്ന സോളാർ പാനൽ ഉണ്ടോ, നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കും ഓരോ സോളാർ സെൽസ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ കാണുന്ന ഓരോന്നിനെ പറയുന്ന പേരാണ് സോളാർ സെൽസ്. ഓക്കെ, ഇങ്ങനത്തെ 5,12,000 സോളാർ സെൽസ് ഇതേപോലത്തെ ഒരൊറ്റ വിങ്ങിൻ്റെ മുകളിൽ ഉണ്ടാവും കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒറ്റ വിങ്ങിൻ്റെ മുകളിൽ, അതായത് ഒരൊറ്റ ചിറകിൻ്റെ മുകളിൽ മാത്രം 5,12,000 ഇൻഡിവിജ്വൽ സോളാർ സെൽസ് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒറിജിനൽ സ്പേസ് സ്യൂട്ട്. അതായത് ഈ ISS ഒക്കെ ഇവിടെ മോഡൽ പോലെയാണ് വെച്ചേക്കുന്നത്, പക്ഷേ ഇത് ഒറിജിനലാട്ടോ. അവർ പുറത്ത് യൂസ് ചെയ്ത അതേ സെയിം സാധനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവർ 4 പേരെ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. അതിലൊരാൾ നമ്മുടെ ഇന്ത്യക്കാരിയാണ്, സുനിത വില്യംസ്. ഇവർ 4 പേരാണ് ഇപ്പം ISS-ൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളെല്ലാവരും ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടാവും, ചന്ദ്രനിൽ ആദ്യമായിട്ട് കാല് കുത്തിയത് നീൽ ആംസ്ട്രോങ് ആണെന്ന്. ആർക്കെങ്കിലും അറിയോ രണ്ടാമതായിട്ടും മൂന്നാമതായിട്ടും കാല് കുത്തിയത് ആരാണെന്ന്? രണ്ടാമത് കാല് കുത്തിയ ആൾ ബസ് ആൾഡ്രിൻ എന്ന് പറഞ്ഞിട്ട് ആളായിരുന്നു. ഈ ആൾ നീൽ ആംസ്ട്രോങ്ങിൻ്റെ കൂടെ തന്നെ 1969 അപ്പോളോ 11 എന്ന് പറഞ്ഞിട്ടുള്ള മിഷനിൽ പോയിട്ടുള്ള ആളാണ് ഈ ബസ് ആൾഡ്രിനും നീൽ ആംസ്ട്രോങ്ങും. ഓക്കെ, അതേ വർഷം തന്നെ അപ്പോളോ 12 എന്ന് പറഞ്ഞിട്ടുള്ള മിഷനിൽ പോയിട്ടുള്ള ഒരാളാണ് ചാൾസ് കോർനാഡ് എന്ന് പറഞ്ഞിട്ട് ആൾ. ഈ ആളാണ് മൂന്നാമതായിട്ട് ചന്ദ്രനിൽ കാല് കുത്തിയത്. ചന്ദ്രനിൽ പോയിട്ട് അവിടെയുള്ള കല്ലുകളും മണ്ണുകളും ഒക്കെ ആയിട്ട് മെയിനായിട്ട് അത് കളക്ട് ചെയ്തിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അയാളുടെ മെയിൻ ഡ്യൂട്ടി. അപ്പോൾ അതിനു വേണ്ടി അവിടെ പോയിട്ട് യൂസ് ചെയ്തിരുന്ന ടൂളും പിന്നെ ആ സ്പേസ് സ്യൂട്ടും ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇതൊക്കെ ആട്ടോ നമ്മുടെ ആസ്ട്രോണറ്റ്സ് ഇതേ സ്പേസിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ. ഇതിനകത്ത് നോക്കിയിട്ടുണ്ട് സോൾട്ട് ആൻഡ് പേപ്പറൊക്കെ ഇതേ ലിക്വിഡ് ഫോമിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ചോക്ലേറ്റ്സ് M&M ആണെന്ന് തോന്നുന്നത്, അതെ M&M തന്നെയാണ്, അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റൈസ് കാണാം, ചിക്കൻ സോസേജ്, അങ്ങനെ പല സാധനങ്ങൾ ഇതിനകത്തുണ്ട്. വെള്ളം, കോഫി ഇതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഓരോ രാജ്യത്തു നിന്നുള്ള ഫുഡ് ആയതുകൊണ്ട് അതിൻ്റെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യത്തിൻ്റെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡാട്ടോ ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ ഫുഡ് കഴിക്കുന്നത്. നമുക്കിപ്പോൾ പെട്ടെന്നൊരു ചായ ഉണ്ടാക്കി കുടിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടിക്കൂലേ, പക്ഷേ അവിടെ അത് നടക്കൂല. അതുകൊണ്ട് അതൊക്കെ ടിന്നായിട്ട് ക്യാനിലാക്കിയിട്ടാക്കിയാണ് ഒരു പാക്ഡ് ഫുഡ് മാത്രമേ അവിടെ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ വിയർപ്പ് മുതൽ നമ്മുടെ യൂറിൻ വരെ ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്റർ റീസൈക്കിൾ ചെയ്തിട്ടാണ് അവരവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. കാരണം ഇവിടുന്ന് നമുക്ക് ഭൂമിയിൽ വെള്ളം കിട്ടുന്ന പോലെ അവിടെ വെള്ളം കിട്ടാനുള്ള യാതൊരു വിധ വകുപ്പുമില്ല. അതുകൊണ്ട് ഒരു ഏകദേശം 93% വെള്ളം ഇവർ റീസൈക്കിൾ ചെയ്തിട്ടാണ് ഇത് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ കൈ കഴുകുന്നതായാലും കുളിക്കുന്നതായാലും എന്ത് പരിപാടി ചെയ്യുകയാണെങ്കിലും അതൊക്കെ റീസൈക്കിൾ ചെയ്തിട്ടാണ് അവർ വീണ്ടും അത് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഓരോ ആസ്ട്രോണറ്റ്സും സ്പേസിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഭൂമിയിൽ വെച്ചിട്ട് ഇവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ട്രെയിനിങ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവർ ഈ സെയിം സ്യൂട്ട് ഇട്ടിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ വരെ ഇവർ പരിശീലിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇനി ഫ്യൂച്ചറിൽ നമ്മൾ മനുഷ്യന്മാർക്ക് പകരം റോബോട്ടിനെയായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ അവർ അതിനെ വിളിക്കുന്ന പേര് റോബോനറ്റ്സ് എന്നാണ്. ആസ്ട്രോണറ്റ്സിനെ പോലെ റോബോനറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇനി വരാൻ പോകുന്ന ചൊവ്വാ ദൗത്യത്തിനൊക്കെ നമ്മൾ റോബോനറ്റ്സിനെയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. നമ്മളിനി കാണാൻ പോകുന്നത് എന്താ അറിയാമോ? ഇത് കണ്ടോ? അതായത് ഒരു സ്പേസ് ഷിപ്പിൽ നിന്ന് നമ്മൾ ഭൂമിയെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും അവർക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഈ പറയുന്ന സാധനത്തിൻ്റെ പേരാണ് കുപ്പോള. ഓക്കെ, കുപ്പോള എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഒരു വിൻഡോ, ഓക്കെ, വിൻഡോൻ്റെ ഉള്ളിൽ കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഭൂമിയാണ് നമ്മുടെ കാണുന്നത്. നമ്മളിനി കാണാൻ പോകുന്നത് റോക്കറ്റിൻ്റെ ഒരു എൻജിനാട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കണ്ടോ? ഇത്രയും വലുപ്പം ഉണ്ടാവും ഒരു എൻജിന്. അതായത് ഇതേപോലത്തെ ഒരു റോക്കറ്റിൻ്റെ ഒരു എൻജിനാണിത്. ഇതുപോലത്തെ 4ഉം 5ഉം എൻജിനുകൾ ഉണ്ടാവും കേട്ടോ. അതായത് ഓരോ പാർട്ടിന്, അതായത് ഇങ്ങനെ ഒരു എൻജിൻ ഉണ്ടെങ്കിൽ, ഇത്രയും വലിയൊരു റോക്കറ്റ് ഉണ്ടെങ്കിൽ അതോ പാർട്ടായിട്ടുണ്ടാവും. ഓരോ പാർട്ടിനും ഓരോ സൈഡിലായിട്ട് ഇങ്ങനത്തെ 4ഓ 5ഓ എൻജിനുകൾ ഉണ്ടാവും. അത് ഓരോ മിഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് RS-25 എന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻജിനാണ് കേട്ടോ. അതെ, ഇത് ഒറിജിനലാട്ടോ. ഒന്ന് നോക്കി, റോക്കറ്റിൻ്റെ എൻജിൻ വേണ്ടി തൊട്ടിരിക്കുക. ഒക്കെ ഒറിജിനൽ സാധനം കേട്ടോ. അത് വെച്ചേക്കുന്നത് ഡെമോ ആയിട്ട് ഇവിടെ വെച്ചേക്കുന്നത് കണ്ടോ? ഈ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മില്യൺ ഹോഴ്സ് പവർ ആട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി, 12 മില്യൺ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? പിന്നെ അതുപോലെ ഈ റോക്കറ്റിൻ്റെ എൻജിൻ യൂസ് ചെയ്യുന്ന ഇന്ധനം എന്ന് പറയുന്നത് ലിക്വിഡ് ഓക്സിജനും ലിക്വിഡ് ഹൈഡ്രജനും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഡ് ഹൈഡ്രജൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിക്വിഡ് ഓക്സിജനെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വെച്ചിട്ടാണ് ഇത് മുകളിലായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഈ സൗണ്ടിൻ്റെ 13 ഇരട്ടി മടങ്ങ് ആയിട്ടാണ് ഇത് പുറത്ത് വരുന്നത്. അപ്പം ആ ഒരു ഫോഴ്സിലാണ് ഇത് മുകളിലേക്ക് പോകുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു എൻജിൻ -200 ഡിഗ്രി തണുപ്പ് മുതൽ 3000 ഡിഗ്രി ഹീറ്റ് വരെ താങ്ങാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ബോഡി ഇവരുണ്ടാക്കി വെച്ചേക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഓറിയോൻ്റെ ഒരു ഡെമോ ആണ്. ഓറിയോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്പേസിൽ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നത് ഈ ഒരു പേടകത്തിലായിരിക്കും. അതായത് നിങ്ങൾ സിനിമാസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടാവും, മുകളിൽ നിന്നൊരു 3 പാരച്യൂട്ടായിട്ട് നേരെ കടലിൽ വന്ന് പതിക്കുന്ന ഒരു പേടകം. ആ പേടകത്തിൻ്റെ ഒരു മോഡലാണിത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും അവരവിടെ അതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. നമുക്കൊന്ന് ഉള്ളോട്ട് കയറി നോക്കാം. ഇത് കണ്ടോ? ഇങ്ങനെ ആയിരിക്കും ഈ ഒരു പേടകത്തിൻ്റെ ഉള്ളിലത്തെ ഒരു കാഴ്ച കണ്ടോ? ഓരോരുത്തർ ഇങ്ങനെ കിടക്കുന്നുണ്ടോ, കിടന്നിട്ട് ഓരോ സാധനം മോണിറ്റർ ചെയ്യുന്നു. പിന്നെ ഇത് ആപ്പിൾ അതൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുകയായിരിക്കും. എന്താ പറയുക, പാരച്യൂട്ട് കമ്പാർട്ട്മെൻറ്റ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇതിനകത്തായിരിക്കും കേട്ടോ. ഈ ഒരു സാധനമാണ് ഇവരെ തിരിച്ച് ഭൂമിയിലെത്തിക്കുന്നത് കേട്ടോ. അതെ കണ്ടോ? ഇതേപോലെ പാരച്യൂട്ട് വന്നിട്ട് നേരെ കടലിൽ പതിച്ചു. നമ്മൾ ഈ കാണുന്ന ഈ ഒരു മോഡൽ ഉണ്ടല്ലോ, ഇതാണ് നാസയുടെ പുതിയ റോക്കറ്റ്, ഏറ്റവും പുതിയ റോക്കറ്റ്. അതായത് ഇവർ മനുഷ്യനെ ചൊവ്വയിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു മാസ് മിഷനുണ്ട്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന റോക്കറ്റാണ് കേട്ടോ അത്. ഇവിടെ കണ്ടോ? SLS റോക്കറ്റിൻ്റെ പീസ് ബൈ പീസായിട്ടുള്ള
ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ഇവിടെ കണ്ടോ, ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു ഓറിയോൺ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇതിനകത്തായിരിക്കും നമ്മുടെ ആസ്ട്രോണറ്റ്സ് ഒക്കെ ഉണ്ടാവുക. റോക്കറ്റ് പോകുന്ന സമയത്ത് കണ്ടോ, ഇവിടെ എൻജിൻ വരുന്നുണ്ട്, ഓരോ പീസായിട്ട് പോയിട്ട് വരുന്നുണ്ട്. ഇവിടെ വേറൊരു എൻജിൻ കാണാം, ഇവിടെ ശ്രദ്ധിച്ചത് കാണാം. ഇവിടെ 4 എൻജിൻ വരുമ്പോൾ ഇവിടെ ഒറ്റ എൻജിനേ ഉള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്ര ഫോഴ്സ് ഇവിടെ വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഒറ്റ എൻജിൻ വരുന്നത്. ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഒറ്റ എൻജിനാണ് നമ്മളിതേ ഇവിടെ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വലുപ്പമുണ്ട്. എൻ്റെ മോനെ, ഒരു എൻജിൻ്റെ വലുപ്പമാണ് നമ്മളവിടെ കണ്ടേക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി റോക്കറ്റിൻ്റെ വലുപ്പം. അങ്ങനെ നമ്മളിതേ ഭൂമി വിട്ട് നേരെ ചൊവ്വയിലേക്ക് പോവാണ്. കണ്ട, ലീവിങ് എർത്ത് ഹെഡിങ് ടു മാർസ്. പിന്നെ അതുപോലെ ഇവിടെ റോബോട്ടിക് ഹെൽപ്പേഴ്സ് ഇവർ പോകുന്ന അതാണ് അടുത്തത് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ മാർസ് മിഷന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള ഈ ഒരു SLS റോക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിന്, ഈ ഒരു മിഷന് നമ്മുടെ എലോൺ മസ്കും കൂടെ പ്രവർത്തിച്ചിട്ടാണ് ഈ ഒരു മാർസ് മിഷൻ ഇവർ പൂർത്തിയാക്കാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു മിഷന് വേണ്ടിയിട്ട് ഇവർ റോബോട്ടിക് ഹെൽപ്പേഴ്സിനെ യൂസ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അവർ യൂസ് ചെയ്യാൻ പോകുന്ന റോബോട്ടിക് ഹെൽപ്പേഴ്സ്. ആസ്ട്രോണറ്റ്സിന് പകരം റോബോനട്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ റോബോനട്ടിന് ഇവർ പേര് നൽകിയിരുന്നത് വാൽക്രീസ് എന്നാണ് കേട്ടോ. വാൽക്രി വാൽമാക്രി എന്നൊക്കെ പറയുന്ന പോലെ ഈ റോബോട്ടിൻ്റെ പേര് വാൽക്രി എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്ററിൽ എലോൺ മസ്കിന് ഒരു കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പുള്ളിയൊന്നും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല എന്തായാലും വർക്ക് ചെയ്യുന്നത് മനസ്സിലായി. അപ്പം നമ്മളിനി വൈകാതെ നമ്മളിതാ പോകുന്നു മാർസിലേക്ക്. എൻ്റെ മോനെ, ഒരു ചുവന്നൊരു ലോകം കേട്ടോ. അതെ, നമ്മുടെ ചൊവ്വ അറിയപ്പെടുന്നത് ചുവന്ന ഗ്രഹം എന്നാണല്ലോ. അപ്പം അവിടെ ഉള്ള കല്ലിൻ്റെ ഏകദേശം മോഡലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അതെ, ഇത് കണ്ടോ, ഇവർ ചൊവ്വയിൽ കൃഷി തുടങ്ങാനുള്ള പ്ലാനാട്ടോ. ഇത് കണ്ടോ, സ്പേസ് ക്രോപ്സ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം ഓൾറെഡി ഇവർ ISSനകത്ത് ലെറ്റ്യൂസൊക്കെ ഓൾറെഡി അവരുണ്ടാക്കി കഴിഞ്ഞത്. ഇത് കണ്ടോ, ഫാമേഴ്സ് ഓൺ മാർസ്. ബ്ലൂ. എന്താ കളർ പറഞ്ഞോ? റെഡാണോ? റെഡല്ലേ? അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ചുവന്ന ഗ്രഹം എന്ന് പറയുന്നത്, റെഡ് പ്ലാനറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? ഓ, അതൊരു പോയിന്റ് കേട്ടോ. ബ്ലൂ കളറാവും. ഓക്കെ. എന്തുകൊണ്ടാവും മാർസിനെ തന്നെ നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്യാനും പിന്നെ അതുപോലെ കൂടുതൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനും വേണ്ടി സെലക്ട് ചെയ്യുന്ന അറിയാമോ? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാർസാണ് ഭൂമിയായിട്ട് ഇതുപോലത്തെ എക്സ്പെരിമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റീസ് ഉള്ളൊരു ഗ്രഹം. പിന്നെ അതുപോലെ തന്നെ ഭൂമിയുടെ തൊട്ടടുത്തുള്ള ഈ പറഞ്ഞ നമുക്ക് അനുയോജ്യമായ കാലാവസ്ഥ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് മാർസിലാണ്. പിന്നെ അതുപോലെ ഭൂമിയിലുള്ളതുപോലെ തന്നെ മൗണ്ടെയ്ൻസ് ഉണ്ട്, പിന്നെ മരുഭൂമികളുണ്ട്, പാറക്കെട്ടുകളുണ്ട്. പിന്നെ അതുപോലെ പണ്ട് കാലങ്ങളിൽ അവിടെ കടലുണ്ടായിരുന്നു എന്നുള്ളത് വരെ സയൻറ്റിസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ മാർസിൻ്റെ സർഫേസിൽ വെള്ളത്തിൻ്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ കാരണമാണ് നമ്മൾ മാർസിനെ ഈ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ ഒരു ജീവൻ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അത് മാത്രമല്ല, നമുക്കിവിടെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിൻ്റെ ഈ കാണുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭൂമിൻ്റെ കോറിൽ ലിക്വിഡ് അയണും ലിക്വിഡ് നിക്കലും കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ലാവ, ഇതേ സെയിം കോർ തന്നെയാണ് മാർസിനുള്ളത്. പക്ഷേ അവിടെയുള്ള ലാവ തണുത്തുറഞ്ഞു പോയത്. ഓക്കെ, അപ്പോൾ ആ തണുത്തുറഞ്ഞ് പോയത് കാരണം ഭൂമിൻ്റെ അത്ര തോതിൽ മാഗ്നറ്റിക് ഫീൽഡ് മാർസിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുറത്തുനിന്നുള്ള ഈ കോസ്മിക് റേസും കാര്യങ്ങളൊക്കെ മാർസിലേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന ജീവജാലങ്ങളൊക്കെ നശിച്ചു പോയതാവും എന്നാണ് ഈ സയൻറ്റിസ്റ്റുകൾ ഊഹിക്കുന്നത്. ഭാവിയിൽ മാർസിൽ അവിടെ ജീവൻ നിലനിൽക്കാൻ ചാൻസ് ഉണ്ടോ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ മെയിനായിട്ട് ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് മാർസിനെ ഒന്ന് പോയി തൊട്ടാലോ? ഇത് കണ്ടോ, ടച്ച് മാർസ്.
നമ്മളിത് കണ്ട, ഇതിപ്പോൾ നമ്മൾ തൊട്ടേക്കാണ് മാർസിൽ നിന്നുള്ള ഒരു കല്ലാണ് കേട്ടോ ഇത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർസിൽ പോയിട്ട് എടുത്തതല്ല, അവിടുന്ന് ഉള്ള ഉൽക്കകളൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുള്ളത് സ്പേസിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സാധനം ആസ്ട്രോണറ്റ്സ് കളക്ട് ചെയ്തിട്ട് ഇവിടേക്ക് കൊണ്ടുവന്ന കേട്ടോ. അതാണ് ഇവിടെ നമുക്ക് തൊടാനായിട്ടുള്ളൊരു അവസരം ഇവരിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓഹോ, നമ്മൾ മാർസിലെ കല്ല് തൊട്ടു ഗൈസ്. അടിപൊളി, നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ അത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ മാർസിനെ പറ്റിയുള്ള അത്യാവശ്യം ഒരു ഐഡിയ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. ഭാവിയിലേക്ക് ഇവരെന്തൊക്കെയാണ് കരുതി വെച്ചേക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കൂടി മനസ്സിലാവും.